നീൽസ് ബോർ ആറ്റം മോഡൽ. നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക. ടു ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ, ദ ഡാനിഷ് സയൻറ്റിസ്റ്റ് നീൽ ബോർ പ്രൊപ്പോസ്ഡ് ഹിസ് ആറ്റം മോഡൽ ഇൻ 1913. റദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിനായി 1913 ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക. ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് ഓർബിറ്റ്സ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ഇലക്ട്രോൺ ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. സോ ഓർബിറ്റ് ആർ ഓൾസോ നോൺ ആസ് എനർജി ലെവൽസ്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. ആസ് ലോങ് ആസ് ദ ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്, their energy does not change. So the orbits are known as stationary energy levels. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ്ജന നിലയങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ദ എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു. എനർജി ഈസ് എമിറ്റഡ് when the electrons shift from orbits of higher energy to orbits of lower energy. Energy is absorbed when the electrons shift from orbits of lower energy to orbits of higher energy. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു. ഊർജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ എന്തുണ്ടാവുന്നു? ഊർജം ആഗിരണം ചെയ്യുന്നു. ഓർബിറ്റ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഗിവിംഗ് നമ്പേഴ്സ് 1, 2, 3, 4, 5 എക്സെട്ര. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. In the studies that followed, orbits were also called shells. ഈ പഠനങ്ങളിൽ നിന്ന് ഊർജ്ജ നിലയങ്ങളെ ഷെല്ലുകൾ എന്ന് വിളിക്കാം. ദ എനർജി ലെവൽസ് 1, 2, 3, 4 എക്സെട്ര ക്യാൻ ബി കൺസിഡർഡ് ആസ് ഷെൽസ് KLMN എക്സെട്ര റെസ്പെക്റ്റീവ്ലി. എന്താണ്? 1, 2, 3, 4 ഊർജ്ജ നിലയങ്ങളെ KLMN എന്നിങ്ങനെ ഷെല്ലുകളായിട്ട് പരിഗണിക്കാം. സം പ്രോപ്പർട്ടീസ് ഓഫ് ദ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, proton and neutron are given in table 1.2. Complete the following table and records it in your science diary. സബാറ്റോമിക് കണങ്ങളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ ചില സവിശേഷതകൾ പട്ടിക 1-2 കൊടുത്തിരിക്കുന്നു. വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ച് സയൻസ് ഡയറി രേഖപ്പെടുത്തുക. നെയിം ഓഫ് പാർട്ടിക്കിൾസ്. ഫസ്റ്റ് എന്താണ്? പ്രോട്ടോൺ. പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. നെക്സ്റ്റ് എന്തായിരിക്കും? ന്യൂട്രോൺ. നമുക്ക് എഴുതാം NEUTRON. NEUTRON ന്യൂട്രോൺ. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അതാണ് ഇത് പാർട്ടിക്കിൾസ്. ഇനി പൊസിഷൻ ഇൻ ആറ്റം. എന്താണ് പൊസിഷൻ ഇൻ ആറ്റം? ആറ്റത്തിൻ്റെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? ന്യൂക്ലിയസ്, പിന്നെന്താ? ഓർബിറ്റ്സ്. കണ്ടോ? ന്യൂക്ലിയസ്. നെക്സ്റ്റ് ചാർജ്. എന്താണ് ചാർജ്? പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. എനർജി ലോസ്. ഓക്കെ. മാസ് തന്നിട്ടുണ്ട്. മാസ് ഇൻ പാർട്ടിക്കിൾസ് യൂസ്. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? അതും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി മാസ് ഓഫ് ദ ആറ്റം ഈസ് സ്റ്റേറ്റഡ് ഇൻ യൂണിഫൈഡ്
ആറ്റോമിക് മാസ് യൂണിറ്റ് യു. ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ്. അതേത് ചിഹ്നത്തിൽ നമുക്ക് അടയാളപ്പെടുത്താൻ നല്ലത്? യു എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം.